തിരുവമ്പാടി ശിവസുന്ദരനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. 1978 ഈ ചെങ്ങമനാട് അബൂബക്കർ എന്നൊരാളാണ് ഈ ആനയെ കോടനാട് കൂട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. കായക്കാരൻ അബൂബക്കർ എന്ന് പറയും. പഴയ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ കുട്ടിയാനായിട്ട് ഇവിടെ പാലിയത്ത് ഉത്സവത്തിന് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് അധികം നാൾ നിന്നില്ല. പിന്നീട് 8ാമത്തെ വയസ്സിൽ ഈ പൂക്കോടൻ ഫ്രാൻസിസ് എന്ന അയാൾ വാങ്ങിച്ചു. അയാൾക്ക് ചാലക്കുടിയിൽ ഒരു തടിമില്ലൊക്കെ ഉള്ളതാണ്. അവന് ശിവൻ എന്നാണ് അങ്ങേര് പേരിട്ടത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ചെയ്യുന്ന മാതിരി ആനയ്ക്ക് ജാതകം എഴുതിച്ചു. ശിവനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനല്ല വാരിക്കുഴിയിൽ വീണത്, അവൻ്റെ തള്ളയാനയാണ്. തള്ളയാന കുഴിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇവർ താപ്പാനയൊക്കെ കൂട്ടി ആന വീണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ തള്ളയാന തുമ്പി ഇങ്ങനെ പൊക്കണ്ട്. പക്ഷേ ഈ കുട്ടിയാന ഒരു 3 വയസ്സ് തികയില്ല, കുഴിയുടെ ചുറ്റും ഓടി നടന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കണതാണ്. അങ്ങനെ തന്നെ ഈ തള്ളയാനെ കുഴിയിടിച്ച് കയറ്റി വിട്ടു. എന്നിട്ട് ആനക്കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു. അന്ന് 8 മാസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ പ്രായം. ഈ മുല്ലമൊട്ട് പോലെ ഇങ്ങനെ കൊമ്പുകൾ പുറത്തേക്ക് കാണാം, അത്രേ ഉള്ളൂ. അവനെ കൊണ്ടുവന്നിട്ട് ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുത്താണ് റേഞ്ചർ ഓഫീസർ അവിടെ വളർത്തിയത്. കാലങ്ങൾ കഴിഞ്ഞു, ആന വലുതായി, ഒത്തൊരാനയായി. അവൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ കൊമ്പുകൾ തന്നെയാണ് നല്ല അസൽ വീണെടുത്ത്. അത്രയും ഭംഗിയുള്ളൊരു കൊമ്പ് ഇനിയിപ്പോൾ ഇന്ന് വേറെ കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല കൊമ്പിന് ചാലുണ്ട്. കൊമ്പിന് ചാല് എന്ന് പറയുമ്പോൾ ഈ കൊമ്പിൻ്റെ 2 സൈഡിലെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തോണ്ടി കളഞ്ഞ മാതിരി ഒരു പാട് കാണും ആനകൾക്ക്. അത് ചാലുള്ള കൊമ്പുകൾ, നല്ല കൊമ്പെന്നാണ് പറയുക. നല്ല ഉയർന്ന് വിരിവുള്ള മസ്തകത്തിൽ മതകരിപ്പാടുകൾ കുറവാണെങ്കിലും എന്നാലും വിട്ടകുന്ന പുള്ളികൾ ഉണ്ട്. നല്ല തെളിച്ചം പോരാന്ന് മാത്രമേ ഉള്ളൂ. ഉയർന്ന വായുകൊമ്പ്, അത് അവൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നല്ല വിരിവുള്ള തലക്കുന്നികൾ, തടിച്ച് നീണ്ട തുമ്പി, നല്ല നടകൾ, നല്ല അമരങ്ങൾ. ഇടനീട്ടം അത്ര പോരാന്നേ ഉള്ളൂ. വലിയ ചെവി തന്നെയാണ് ആനയുടെ, നല്ല ഭംഗിയുള്ള ചെവികൾ തന്നെ. കൂടാണ്ട് തേൻ നിറം കണ്ണുകൾ, നല്ല ചീളി വിരിവുള്ള ആന, നല്ല കനമുള്ള കൊമ്പുകൾ, ഭംഗിക്കൊമ്പുകളാണ്. എന്നാൽ സൂക്ഷിച്ച് നോക്കിക്കുമ്പോൾ വലത്തെ കൊമ്പിന് ഒരു തെല്ല് ഉയരം കാണാം. വലത്തെ കൊമ്പ് ഉയർന്നീടിൽ ഉടമസ്ഥനുത്തമം എന്നാണ് ഗജശാസ്ത്രം പറയുന്നത്. ഇടത്തെ കൊമ്പ് ഉയർന്നീടിൽ ആനക്കാരനുത്തമം. അപ്പോൾ ഇവൻ ഉടമസ്ഥന് ഗുണമുണ്ടാക്കുന്ന ആന. വലതു കൊമ്പിന് ഉയർച്ചയുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ പഴയ കാലത്തൊക്കെ ഈ നമ്പൂരി ഇല്ലങ്ങളിലും അവിടെയായിട്ടൊക്കെ ഈ ആനകളെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലതുവശം നന്നായാലേ അവർ വാങ്ങിക്കുള്ളൂ. വലതുവശം ഉടമസ്ഥനുള്ളത്. വലത്തെ തലക്കുന്നി ചിലതിനൊക്കെ ലേശമൊന്ന് ഉയർച്ച ഉണ്ടാവും സൂക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ കൊമ്പ്, വലത്തെ ചെവിക്ക് കീറിലുള്ള ആനകളെ അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് അവർ വാങ്ങിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെ തിരയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആന മേടിക്കലുണ്ടാവില്ല. മാത്രമല്ല നല്ല സ്വഭാവമാണ് ശിവൻ്റെ. വാൽനീളം ആദ്യകാലത്തൊക്കെ പീലിവാലായിരുന്നു. പിന്നീട് എപ്പോഴോ അതിൻ്റെ അറ്റം നഷ്ടപ്പെട്ട പോലെയായിരുന്നു. പീലിവാലായിരുന്നില്ല, വെറുതെ ഇത് മാത്രം, പീലി ഉണ്ടായിരുന്നില്ല. 10 അടിക്ക് മുകളിൽ ഉയരമുള്ളതാണ്. നല്ല സ്വഭാവം, ഒറ്റ നിലവ്. ഇത് കൂടാണ്ട് ചാതുർ വർണ്ണങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യം കൂടും. ഒരിക്കൽ കാടിൻ്റെ അടുത്ത് തടി പിടിക്കാൻ കൊണ്ടുപോയതാണ്. രാത്രി ചങ്ങല പൊട്ടിച്ച് ആന കാട് കയറിപ്പോയി. ഉടമസ്ഥനും മറ്റാൾക്കാരും എല്ലാവരും കൂടി കാടിൽ മുഴുവൻ തിരഞ്ഞു കിട്ടിയില്ല. അവസാനം ഈ അതിനെ പറ്റിയ ആൾക്കാരും കാടിനെക്കുറിച്ച് വിവരമുള്ള ആൾക്കാരൊക്കെ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉൾക്കാടിൻ്റെ അടുത്താണ് പിടിയാനകളും മറ്റുമൊക്കെ ആയിട്ട് കൂട്ടങ്ങളുമായിട്ട് കളിച്ച് രസിക്കുന്നു. ഉടമസ്ഥൻ ഇങ്ങനെ ഫ്രാൻസിസ് വന്നിട്ട് അവനെ വിളിച്ചു കൂടെ വാടാന്ന് പറഞ്ഞ് വിളിച്ചോടി. അവൻ ആദ്യമൊക്കെ ഒന്ന് പരിങ്ങെങ്കിലും നേരെ ഇറങ്ങിപ്പോന്നു. അദ്ദേഹം അവനെ കൊണ്ടിട്ട് നേരെ നാട്ടിലെത്തി. പിന്നീട് തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരൻ, BMT ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയും, അത് ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് തിരുവമ്പാടിക്ക് എഴുന്നള്ളിക്കാൻ നല്ലൊരു ആന വേണം.
ആനയെ തെരഞ്ഞു. അപ്പോൾ സുന്ദർ മേനോൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് വിദേശത്തും ഇവിടെയൊക്കെ ഒരുപാട് ബിസിനസ്സുള്ള ആളാണ്. അപ്പം അങ്ങേരെ ചെന്ന് കണ്ടു. അങ്ങേര് തിരുവമ്പാടി തട്ടകത്തിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എത്ര ആണെങ്കിലും ആന ഞാൻ വാങ്ങിച്ചു തരാം, ആന കണ്ടുപിടിച്ചോളാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആന നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്, ഇങ്ങനെ പക്ഷേ കൊടുക്കുമെന്നറിയില്ല. വേഗം ഇവർ ചെന്ന് പൂക്കോടനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങേര് ഒരുപാട് ഭയങ്കര വിലയാണ് പറഞ്ഞത്. അത് രണ്ടാനയുടെ വില 28 ലക്ഷം ഉറുപ്പ്യക്ക് സുന്ദരം മേനോൻ നേരെ കാശെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആന ഞങ്ങൾ കൊണ്ടുപോകും. ഫ്രാൻസിസിന് പിന്നൊന്നും പറയാൻ പറ്റിയില്ല. ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്തിട്ട് അത് ശിവസുന്ദർ എന്ന് ആനയ്ക്ക് പേരിട്ടു. എന്നാൽ പൂക്കോടൻ ഫ്രാൻസിസിന് തൻ്റെ ആനയെ കൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ വളർത്തിയ ആനയാണ്. എന്നിട്ട് അങ്ങേർക്ക് അത് കാണാൻ വേണ്ടി അവിടെ അപ്പുറത്ത് വലിയൊരു സ്റ്റേജ് മാതിരി ഉണ്ടാക്കി മതിലിൻ്റെ പുറത്തായി. അങ്ങേർക്ക് അവിടെ ഇരുന്നിട്ട് ഈ ചടങ്ങ് മുഴുവൻ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. നീര് എന്ന് പറയുമ്പോൾ മെയ് 18 ആണ് കെട്ടേണ്ടത്. ഒരു സീസണിൽ 100ന് മുകളിൽ എഴുന്നള്ളിപ്പുകളുണ്ട് ശിവസുന്ദറിന്. മാത്രമല്ല ഒരു പൂരത്തിന് പോയാലും അത് കലക്കിയതായിട്ടോ ഇടഞ്ഞതായിട്ടോ ഒന്നും കേട്ടിട്ടില്ല. മാത്രമല്ല മയക്കുവടി കിട്ടാത്തൊരു ആന കൂടിയാണ് ശിവസുന്ദർ. കാണാൻ ഭംഗിയുള്ളൊരാന. നല്ല എഴുന്നള്ളിപ്പിച്ചിട്ട എഴുന്നള്ളിപ്പിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവൻ അവിടെ നിന്നോളും. താഴെ കോലം താഴെ ഇറക്കുന്നവരെ ലോറി യാത്രയ്ക്ക് പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വെള്ളത്തിലിറക്കി കഴുകാനും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കിടന്നോളും, എത്ര നേരം വേണമെങ്കിൽ കിടന്നോളും. 2010 ശിവസുന്ദരൻ അങ്ങനെ ഇടയ്ക്ക് എരണ്ടകെട്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. 2010 എരണ്ടകെട്ട് 28 ദിവസമാണ് അത് നീണ്ടു നിന്നത്, എരണ്ടം പോകാണ്ട്. ആന ചാവും എന്നൊക്കെ തന്നെയാണ് സുന്ദരം മേനോൻ. എന്നിട്ട് ഗുരുവായൂർ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെറിയൊരു ആനയുടെ സ്വർണം കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കി അവിടെ നടക്കാൻ വെച്ചു. കുറച്ചാൾ കഴിഞ്ഞ് നല്ല പരിചരണത്തിൽ കൂടെ ശിവസുന്ദർ തിരിച്ചു വന്നു. എന്നാൽ അല്പം കാലം കഴിഞ്ഞിട്ട് പിന്നെയും എരണ്ടകെട്ട് രണ്ടാമതും വന്നു. അത് ഫലമില്ലാതെ മാർച്ച് 11 ആന 2018 ചെരിയാണുണ്ടായത്. ആന ചെരിഞ്ഞിട്ട് ഈ ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാം എന്ന് വെച്ചാൽ അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു. തിരുനാവായിൽ പോയിട്ട് ശാർദം ഊട്ടി ഇതൊക്കെ ചെയ്തു. മഹർഷി പറഞ്ഞ ഒരാനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സൗഭാഗ്യം വേറെ ഒന്നും കിട്ടാനില്ല. മഹർഷി പറഞ്ഞ പോലെ അല്ലയോ മഹാരാജാവേ, ജീവിതകാലം മുഴുവൻ മനുഷ്യന് വേണ്ടി ജീവിച്ച് ആനകൾ മോക്ഷപ്രാപ്തിയാകുന്നു. അവർക്ക് ഇനി ജന്മങ്ങളില്ല. ഒരുപാട് ദേവീദേവന്മാരെ ശിരസിലേറ്റി അവർക്ക് വാഹനമായി ശിവസുന്ദർ എന്ന പുണ്യജന്മം വേറൊരു ലോകത്തേക്ക് കാലടി വെച്ച് നടന്നുപോയി. ഇനി ഒരു തിരിച്ചു വരവില്ല, മോക്ഷപ്രാപ്തിയായി. സാഗമരേ നിഗനിസാ